പെരുന്നാളിനെല്ലാം ട്രൈ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാക്കറ്റ് പാല് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കൈവിടാതെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരും. ഈ തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് തിക്കായിട്ട് വരും. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിന്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കിത് മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതാ പാൽപ്പൊടിയാണ് വേണ്ടത്. അപ്പൊ പാൽപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പിസ്ത എസൻസ് ആണ്. 5-6 ഡ്രോപ്സ് പിസ്ത എസൻസ് നമുക്ക് ഇതിലേക്ക് ഇട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അതിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇതാ കുറച്ച് അനാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല പഴുത്ത മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും പിന്നെ കുറച്ച് ഇതാ പച്ചമുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആപ്പിളും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ചെറിയ പാത്രമായി പോയത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കസ്കസ് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ പാലോ വെള്ളമോ ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ വെള്ളം ഓവർ ആക്കരുത് കേട്ടോ. വെള്ളം ഓവർ ആക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. മാക്സിമം ഇതേപോലെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പൊ നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് അവർക്ക് നല്ല ടേസ്റ്റി ആയിട്ടെല്ലാം കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റ് ചെയ്യണേ.